ക്വസ്റ്റ്യൻ വർക്കൗട്ട് ആണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പം വരാൻ പോകുന്ന OA എക്സാം ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ ഏതുണ്ട് നമ്മുടെ സിവിൽ എക്സൈസ് ഓഫീസർ ഉണ്ട്. അപ്പൊ ഇത്തരം പരീക്ഷകളെ മുൻനിർത്തി ടോപ്പിക് കവർ ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ സീരീസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ടോപ്പിക്കുകൾ കവർ ചെയ്ത് അതുമായി ബന്ധപ്പെട്ട റൂളും അതിനോടനുബന്ധിച്ചുള്ള റൂളുകളും നമ്മൾ ഇതിനകത്ത് ചർച്ച ചെയ്യും. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് ഓരോ ചോദ്യങ്ങളും അറ്റൻഡ് ചെയ്യുക, അതിന്റെ ആൻസർ എഴുതുക, അതിനോടൊപ്പം പറയുന്ന എക്സ്ട്രാ പോയിന്റുകൾ ഒന്ന് കുറിച്ചു വെക്കാനും കൂടെ ശ്രമിക്കുക. ഓക്കെ, ഇതിൽ ആദ്യത്തെ ചോദ്യം ഒന്ന് നോക്കിയേ. ആദ്യത്തെ ചോദ്യം തന്നിരിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ന് പറയുന്നത് a good deal of time dash wasted on it. A good deal of time dash wasted on it. ഓപ്ഷനിലായിട്ട് ആം ഉണ്ട്, ഈസ് ഉണ്ട്, ആർ ഉണ്ട്, ബീൻ ഉണ്ട്. അപ്പൊ തന്നിരിക്കുന്ന ചോദ്യം a good deal of time dash wasted on it. ആം, ഈസ്, ആർ, ബീൻ. ഏത് ഉത്തരം വരും കുട്ടികളെ? ഒന്ന് നോക്കിയേ. അപ്പൊ തന്നിരിക്കുന്ന ചോദ്യത്തില് ഉത്തരമായിട്ട് വരുന്നത് ഈസ് ആണ്. ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്ടോ? ഈസ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. അപ്പൊ റൂള് പഠിക്കുക. ഗുഡ് ഡീൽ ഓഫ് വാക്കുകൾ ഏതൊക്കെയുണ്ട്? ഗുഡ് ഡീൽ ഓഫ്, ഗുഡ് ഡീൽ ഓഫ്, ഗുഡ് ഡീൽ ഓഫ്. അതേപോലെ ഗ്രേറ്റ് ഡീൽ ഓഫ് വാക്കുകൾ പറഞ്ഞേ. ഗ്രേറ്റ് ഡീല്, ഗ്രേറ്റ് ഡീല് ഓഫ്. രണ്ട് വാക്കുകൾ, ഗുഡ് ഡീൽ ഓഫ്, ഗ്രേറ്റ് ഡീൽ ഓഫ്. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് അൺകൗണ്ടബിൾ നൗണുകളാണ് വരുന്നതെങ്കിൽ, അൺകൗണ്ടബിൾ നൗണുകളാണ് വരുന്നതെങ്കിൽ തുടർന്ന് വരുന്ന ഉത്തരങ്ങൾ സിംഗുലാർ വെർബുകളായിരിക്കും. തുടർന്ന് വരുന്ന ഉത്തരം എന്തായിരിക്കണം? സിംഗുലാർ വെർബ്. രണ്ട് വാക്കുകൾ ഗുഡ് ഡീൽ ഓഫ്, ഗ്രേറ്റ് ഡീൽ ഓഫ് കഴിഞ്ഞിട്ട് അൺകൗണ്ടബിൾ നൗണുകളാണെങ്കിൽ ഉത്തരം സിംഗുലാർ വെർബ്. എന്നാൽ ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് കൗണ്ടബിൾ നൗണുകളാണ് വരുന്നതെങ്കിൽ, കൗണ്ടബിൾ നൗണുകളാണ് വരുന്നതെങ്കിൽ ഉത്തരം പ്ലൂറൽ വെർബ് ആയിരിക്കും. കൗണ്ടബിൾ നൗണുകളാണ് വരുന്നതെങ്കിൽ ഉത്തരം എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കണം. രണ്ട് വാക്കുകള് ഗുഡ് ഡീൽ ഓഫ്, ഗ്രേറ്റ് ഡീൽ ഓഫ് കഴിഞ്ഞിട്ട് അൺകൗണ്ടബിൾ. അൺകൗണ്ടബിൾ നൗൺ എന്ന് പറഞ്ഞാൽ എണ്ണാൻ കഴിയാത്ത നൗൺ. മണി, വാട്ടർ, ടൈം, ഇൻഫർമേഷൻ, ന്യൂസ്, ഫുഡ് എല്ലാം അൺകൗണ്ടബിൾ. കൗണ്ടബിൾ നൗൺ എണ്ണാൻ കഴിയും. അൺകൗണ്ടബിൾ ആണെങ്കിൽ ഉത്തരം സിംഗുലാർ, കൗണ്ടബിൾ നൗണുകൾ ആണെങ്കിൽ പ്ലൂറൽ. നമുക്കിവിടെ എ ഗുഡ് ഡീൽ ഓഫ് കഴിഞ്ഞിട്ട് ടൈം എന്ന് പറയുന്ന അൺകൗണ്ടബിൾ ആണ്, അതുകൊണ്ട് ഉത്തരം ഏത് പറഞ്ഞാൽ സിംഗുലാർ. ആം വരില്ല, ഈസ് സിംഗുലാർ ആണ്, വരാം. ആറ് പ്ലൂറൽ ആണ്, ബീന് വരില്ല. ഉത്തരമായിട്ട് വരുന്നത് ഈസ് ആണ്. ഓക്കെ, അതുപോലെ വരുന്ന മറ്റു വാക്കാണ് എന്തെന്ന് പഠിക്കുക. എ ഗുഡ് ഡീൽ ഓഫ് വരുന്ന പോലെ വരുന്ന വാക്കാണ് ദി മോസ്റ്റ് ഓഫ്. വാക്ക് ഏതൊക്കെയാണ്? മോസ്റ്റ് ഓഫ്, അതുപോലെ ലോട്ട് ഓഫ്, മോസ്റ്റ് ഓഫ്, ലോട്ട് ഓഫ്, ഹാഫ് ഓഫ്, മോസ്റ്റ് ഓഫ്, ലോട്ട് ഓഫ്, ഹാഫ് ഓഫ്, പ്ലെന്റി ഓഫ്, മോസ്റ്റ് ഓഫ്, ലോട്ട് ഓഫ്, ഹാഫ് ഓഫ്, പ്ലെന്റി ഓഫ്, ആള്. അടുത്ത വാക്ക് ആള്. വൺ തേർഡ് ഓഫ്, വൺ തേർഡ് ഓഫ്, വൺ തേർഡ്, വൺ തേർഡ് ഓഫ്, അതുപോലെ ടു തേർഡ് ഓഫ്, ടു തേർഡ് ഓഫ്, ടു തേർഡ് ഓഫ്. വാക്കുകൾ പറഞ്ഞേ. മോസ്റ്റ് ഓഫ്, ലോട്ട് ഓഫ്, ഹാഫ് ഓഫ്, പ്ലെന്റി ഓഫ്, ആള്, വൺ തേർഡ് ഓഫ്, ടു തേർഡ് ഓഫ്. ഈ വാക്കുകളും ഇതുപോലെ വരുന്ന റൂളാണ്. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് കൗണ്ടബിൾ നൗണുകളാണ് വരുന്നതെങ്കിൽ, എണ്ണാൻ കഴിയുന്ന നാമങ്ങളാണ് വരുന്നതെങ്കിൽ ഉത്തരം പ്ലൂറൽ വെർബ് ആയിരിക്കും. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് കൗണ്ടബിൾ നൗണുകളാണ് വരുന്നതെങ്കിൽ ഉത്തരം എന്തായിരിക്കണം? പ്ലൂറൽ വെർബ് ആയിരിക്കണം. എന്നാൽ അൺകൗണ്ടബിൾ നൗണുകളാണ് വരുന്നതെങ്കിൽ ഉത്തരം എന്തായിരിക്കും? അൺകൗണ്ടബിൾ നൗണുകളാണെങ്കിൽ ഉത്തരം സിംഗുലാർ വെർബുകളായിരിക്കും. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് ഏതൊക്കെ വാക്കുകള്? മോസ്റ്റ് ഓഫ്, ലോട്ട് ഓഫ്, ഹാഫ് ഓഫ്, പ്ലെന്റി ഓഫ്, ആള്, വൺ തേർഡ് ഓഫ്, ടു തേർഡ് ഓഫ് കഴിഞ്ഞിട്ട് കൗണ്ടബിൾ നൗണുകളാണെങ്കിൽ ഉത്തരം പ്ലൂറൽ വെർബ്. ദി അൺകൗണ്ടബിൾ നൗണുകളാണെങ്കിൽ ഉത്തരം സിംഗുലാർ വെർബ് ആണ്. ഓക്കെ, ഇനി അതേപോലെ എ ഗ്രേറ്റ് പാർട്ട് വരുന്ന മറ്റു വാക്കാണ് എ. അടുത്ത റൂളാണ് എ ഗ്രേറ്റ് പാർട്ട്. ഗ്രേറ്റ് പാർട്ട്, എ ഗ്രേറ്റ് പാർട്ട്. അതേപോലെ ഗ്രേറ്റസ്റ്റ് പാർട്ട്, ഗ്രേറ്റ് പാർട്ട്, ഗ്രേറ്റസ്റ്റ് പാർട്ട്, ഗ്രേറ്റ് പാർട്ട് അല്ലെങ്കിൽ ഗ്രേറ്റസ്റ്റ് പാർട്ട് കഴിഞ്ഞിട്ട് കൗണ്ടബിൾ നൗണുകളാണെങ്കിൽ, കൗണ്ടബിൾ നൗണുകളാണെങ്കിൽ ഉത്തരം പ്ലൂറൽ വെർബും, അൺകൗണ്ടബിൾ നൗണുകളാണെങ്കിൽ ഉത്തരം എന്തായിരിക്കണം? സിംഗുലാർ വെർബും ആയിരിക്കും. പറഞ്ഞ റൂൾ ഏതായിരുന്നു? ഗ്രേറ്റ് പാർട്ട്, ഗ്രേറ്റസ്റ്റ് പാർട്ട് കഴിഞ്ഞിട്ട് കൗണ്ടബിൾ നൗണുകളാണെങ്കിൽ ഉത്തരം പ്ലൂറൽ വെർബ്, അൺകൗണ്ടബിൾ നൗണുകളാണെങ്കിൽ ഉത്തരം സിംഗുലാർ. അപ്പം ഒരു ചോദ്യവും ധാരാളം റൂളും പറഞ്ഞു തന്നു.
ഗ്രേറ്റ് അല്ലെങ്കിൽ ഗുഡ് ഡീൽ ഓഫ്, അതേപോലെ ഗ്രേറ്റ് ഡീൽ ഓഫ് കഴിഞ്ഞാൽ കൗണ്ടബിൾ ആണെങ്കിൽ ഉത്തരം പ്ലൂറൽ, അൺകൗണ്ടബിൾ ആണെങ്കിൽ സിംഗുലാർ. മോസ്റ്റ് ഓഫ്, ലോട്ട് ഓഫ്, ഹാഫ് ഓഫ്, പ്ലെന്റി ഓഫ്, ആള്, 1/3 ഓഫ്, 2/3 ഓഫ്, ഇത്തരം വാക്കുകൾ വരുന്ന സെന്റൻസുകളിൽ തുടർന്ന് വരുന്ന സബ്ജക്ട് നോക്കുക. അത് കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ ഉത്തരം പ്ലൂറൽ, അൺകൗണ്ടബിൾ നൗണുകളാണെങ്കിൽ ഉത്തരം സിംഗുലാർ. ഓക്കെ, എ ഗ്രേറ്റ് പാർട്ട്, എ ഗ്രേറ്റസ്റ്റ് പാർട്ട്, ഇത്തരം വാക്കുകൾ വരുന്ന സെന്റൻസുകളിൽ കൗണ്ടബിൾ നൗൺ ആണെങ്കിൽ ഉത്തരം പ്ലൂറൽ വെർബ്, അൺകൗണ്ടബിൾ ആണെങ്കിൽ സിംഗുലാർ. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കി. മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ക്രിട്ടിക് ഡാഷ് മൈ മദർ. മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ക്രിട്ടിക് ഡാഷ് മൈ മദർ. വാസ് ഉണ്ട്, വേർ ഉണ്ട്, ആർ ഉണ്ട്, ഈസ് ഉണ്ട്. ഉത്തരം പറഞ്ഞു നോക്കിയേ. വാസ്, വേർ, ആർ, ഈസ്, എല്ലാരും ഒന്ന് എഴുതി നോക്കിയേ. നമുക്ക് ഏത് ഉത്തരം വരുന്നൂടെ? ഇവിടെ ഉത്തരമായിട്ട് ഈസ് ആണ് വരുന്നത് കേട്ടോ. ഈസ് എഴുതിയിട്ടുണ്ടെങ്കിൽ ഉത്തരം ശരിയാണ്. ഇനി കാരണം പറഞ്ഞിട്ടില്ലേ, നമുക്ക് രണ്ട് സബ്ജക്റ്റുകളെ ആൻഡ് വെച്ച് ബന്ധിപ്പിച്ചാൽ തുടർന്ന് വരുന്ന വെർബ് പ്ലൂറൽ വെർബ് ആയിരിക്കും. രണ്ട് വ്യത്യസ്ത സബ്ജക്റ്റിനെ ആൻഡ് വെച്ച് ബന്ധിപ്പിച്ചാൽ തുടർന്ന് വരുന്ന വെർബ് പ്ലൂറൽ ആയിരിക്കണം. ഓക്കെ, ബേസ് റൂൾ ആണ്. രാഹുൽ ആൻഡ് രാമു ഈസ് ഗോയിങ് എന്ന് പറയോ, ആർ ഗോയിങ് എന്ന് പറയോ? ആർ ഗോയിങ് എന്ന് പറയും. ആർ ഗോയിങ് ടു സ്കൂൾ. ഓക്കെ, ഇത് ഒന്നാമത്തെ റൂൾ. രണ്ടാമത്തെ റൂൾ നോക്കിയാണ് കുട്ടികളെ, രണ്ട് സബ്ജക്റ്റിനെ ആൻഡ് വെച്ച് ബന്ധിപ്പിക്കുന്നു. അതിൽ ഒരു സബ്ജക്റ്റിന്റെ മുന്നിൽ മാത്രം ഏതെങ്കിലും ഒരു സബ്ജക്റ്റ്, ആദ്യ സബ്ജക്റ്റോ രണ്ടാമത്തെ സബ്ജക്റ്റോ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന്റെ മുന്നിൽ മാത്രം പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ വന്നു. പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ ആണ് വരുന്നതെങ്കിൽ ഉത്തരം സിംഗുലാർ വെർബ് ആയിരിക്കും. ഉത്തരം എന്തായിരിക്കണം? സിംഗുലാർ വെർബ്. എന്താണ് ഈ പൊസസീവ് അഡ്ജക്റ്റീവ്സ്? മൈ, അതേപോലെ അവർ, അതേപോലെ യുവർ, ഹിസ്, ഹെർ, ഇറ്റ്സ്, ദെയർ, ഈ വാക്കുകൾക്ക് പറയുന്ന പേരാണ് പൊസസീവ് അഡ്ജക്റ്റീവ്. ഇതിൽ ഏതെങ്കിലും ഒരു വാക്ക്, ആർട്ടിക്കിൾ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? എ, ആൻഡ്, ദ, ഇതിൽ ഏതെങ്കിലും ഒരു വാക്ക്. ഇപ്പൊ രണ്ട് സബ്ജക്റ്റിനെ ആൻഡ് വെച്ച് കണക്ട് ചെയ്യുകയും ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് മുന്നിൽ പൊസസീവ് അഡ്ജക്റ്റീവോ ആർട്ടിക്കിളോ വന്നു കഴിഞ്ഞാൽ ഉത്തരം എന്തായിരിക്കണം? സിംഗുലാർ വെർബ് ആയിരിക്കണം. ഇനി മൂന്നാമത്തെ റൂൾ നോക്കിയേ. രണ്ട് സബ്ജക്റ്റ് നമ്മൾ എന്ത് വെച്ച് കണക്ട് ചെയ്യുന്നു? ആൻഡ് വെച്ച് കണക്ട് ചെയ്യുന്നു. രണ്ട് സബ്ജക്റ്റിന് മുന്നിലും പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ വന്നിരിക്കുന്നു. പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ, രണ്ട് സബ്ജക്റ്റിന് മുന്നിലും പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ വരികയാണെങ്കിൽ ഉത്തരം എന്തായിരിക്കണം? പ്ലൂറൽ വെർബ് ആയിരിക്കണം. ഉത്തരം പ്ലൂറൽ ആയിരിക്കണം. നോക്ക് ഇവിടെ തന്നിരിക്കുന്നതിൽ നോക്ക്, ആൻഡ് വെച്ച് ബെസ്റ്റ് ഫ്രണ്ട് എന്ന സബ്ജക്റ്റിനെയും ക്രിട്ടിക് എന്ന് പറയുന്ന സബ്ജക്റ്റിനെയും കണക്ട് ചെയ്തിരിക്കുന്നു. ഒന്നിന്റെ മുന്നിൽ മാത്രം മൈ എന്ന് പറയുന്ന പൊസസീവ് അഡ്ജക്റ്റീവ് വന്നിരിക്കുന്നു. അതുകൊണ്ട് ഉത്തരം ഏത് പറഞ്ഞാൽ സിംഗുലാർ. വാസ് സിംഗുലാർ ആണ്, പക്ഷെ വാസ് എന്ന് പറഞ്ഞാൽ ആയിരുന്നു എന്നാണ്. ഇപ്പൊ ഇത് കോമൺ ട്രൂത്ത് ആയിട്ട് പറയുന്ന വാക്കാണ്, അതുകൊണ്ട് ഈസ് അവിടെ ഉത്തരം. വേറും ആറും പ്ലൂറൽ. ഓക്കെ, ഇനി മൈ ബെസ്റ്റ് ഫ്രണ്ട് ആൻഡ് ദ ക്രിട്ടിക് എന്ന് പറഞ്ഞാലാ ഈസ് വാസ് എഴുതാൻ പറ്റുമോ? സോറി, ഈസ് എഴുതാൻ പറ്റുമോ? അവിടെ നമ്മൾ ആർ എഴുതണം. രണ്ട് സബ്ജക്റ്റിന് മുന്നിലും പൊസസീവ് അഡ്ജക്റ്റീവ് അല്ലെങ്കിൽ ആർട്ടിക്കിൾ, അതുകൊണ്ട് ആർ എഴുതണം. ഇവിടെ നമുക്ക് ഈസ് ഉത്തരം. ക്ലിയർ ആണല്ലോ ആൻഡ് വെച്ച് ബന്ധിപ്പിക്കുന്നത്? അടുത്ത ചോദ്യം നോക്കിയേ. മെനി ഡാഷ് ഗ്രേസിംഗ് ഇൻ ദ ഫീൽഡ്. കണ്ടല്ലോ, മെനി ഡാഷ് ഗ്രേസിംഗ് ഇൻ ദ ഫീൽഡ്. ഒന്ന് ഉത്തരം എഴുതി നോക്കിയേ. ഷീപ്സ്, ഷീപ്പ്, ഷീപ്സ്, നണ്ണ്. ഉത്തരം ഏത് വരുന്നൂടെ? ഷീപ്പ് ആണ് ഉത്തരമായിട്ട് വരുന്നത്. ഷീപ്പ്. അവിടെ മെനി കഴിഞ്ഞാൽ സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കും. മെനി കഴിഞ്ഞാൽ സബ്ജക്റ്റ് പ്ലൂറൽ ആയിരിക്കും. ഷീപ്പിന്റെ പ്ലൂറൽ ഷീപ്പ് തന്നെയാണ് കേട്ടാ. ഷീപ്പ്, അതേപോലെ കാറ്റില്, അതേപോലെ പോലീസ്, അതേപോലെ പോലീസ്, അതുപോലെ ഡിയർ, ഇതെല്ലാം നമുക്ക് പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കാണ്. ഇതെല്ലാം എന്താണ്ട് പ്ലൂറൽ ആണ് കേട്ടോ. അതെല്ലാം പ്ലൂറൽ ആയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളാണ്. അപ്പൊ ഷീപ്പിന്റെ പ്ലൂറൽ ഷീപ്പ് തന്നെയാണ് കേട്ടോ. നമ്മൾ പഠിക്കേണ്ട റൂൾ ഇതാണ് മക്കളെ, MPP എന്ന് പഠിക്കണം കേട്ടോ. MPP ഒന്നാമത്തെ റൂളാണ് കേട്ടോ. ഇതാണ് നമുക്ക് റൂള്. MPP എന്ന് പറഞ്ഞാൽ മെനി പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് പ്ലൂറൽ വെർബ്. മെനി പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലസ് പ്ലൂറൽ വെർബ്. മെനി കഴിഞ്ഞിട്ട് വരുന്ന സബ്ജക്റ്റ് വെർബ് പ്ലൂറൽ ആയിരിക്കണം. ഓക്കെ, നമുക്ക് ഇവിടെ മെനി കഴിഞ്ഞിട്ട് ഷീപ്പ് പ്ലൂറൽ ആണ്, ആർ അവിടെ വന്നിരിക്കുന്നു. ആർ നിങ്ങൾക്ക് ചിലപ്പോൾ ആറിന്റെ ഭാഗം ഡാഷ് ചെയ്യും, അവിടെ നമ്മൾ പ്ലൂറൽ എഴുതണം. ഓക്കെ, മെനി സ്റ്റുഡൻസ് ആർ ഗോയിങ് ടു സ്കൂൾ. മെനി സ്റ്റുഡൻസ് ആർ ഗോയിങ് ടു സ്കൂൾ. എന്നാൽ അടുത്ത റൂളാണ് മാസ് എന്ന് പഠിക്കണം കേട്ടോ. എന്തെന്ന് പഠിക്കണം മക്കളെ? മാസ്, MASS. എന്തെന്ന് പറയാം? മെനി എ പ്ലസ്
സിംഗുലാർ സബ്ജക്റ്റ് പ്ലസ് സിംഗുലാർ വെർബ്. മെനി എ ആണ് വരുന്നതെങ്കിൽ തുടർന്ന് വരുന്നത് സിംഗുലാർ സബ്ജക്റ്റ് സിംഗുലാർ വെർബ് ആയിരിക്കും കേട്ടോ. മെനി എ എന്നാണ് കിടക്കുന്നത്. നമുക്ക് ചോദ്യം ഇങ്ങനെ വരും, മെനി എ സ്റ്റുഡന്റ് ഡാഷ് ഗോയിങ് ടു സ്കൂൾ ഓക്കെ. ഈസ് ഉണ്ട് ആറും ഉണ്ട്. ഇത്ര ഏതായിരുന്നു കുട്ടികളെ? മെനി എ ആണ്, സ്റ്റുഡന്റ് സിംഗുലാർ ആണ്, അതുകൊണ്ട് ഈസ് അവിടെ. ഓക്കെ. അപ്പം MPP എന്ന് പറഞ്ഞാൽ മെനി പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലൂറൽ വെർബ്. ഇനി മാസ് എന്ന് പറഞ്ഞാലോ മെനി എ പ്ലസ് സിംഗുലാർ സബ്ജക്റ്റ് സിംഗുലാർ. ഇനി അടുത്ത ഒരു റൂളും കൂടെ പഠിക്കാം, മസ് എന്ന് പഠിക്കാം. MUSS മസ് എന്ന് പഠിക്കാം. മസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മച്ച് പ്ലസ് സിംഗുലാർ സബ്ജക്റ്റ് പ്ലസ് സിംഗുലാർ വെർബ്. മച്ച് പ്ലസ് സിംഗുലാർ സബ്ജക്റ്റ് പ്ലസ് സിംഗുലാർ വെർബ് ആണ് കേട്ടോ. മച്ച് എക്സാമ്പിൾ നോക്കിയേ, മച്ച് വാട്ടർ ഹാസ് വേസ്റ്റഡ് മച്ച് വാട്ടർ ഹാസ് വേസ്റ്റഡ്. ഓക്കെ. മച്ച് കഴിഞ്ഞിട്ട് സബ്ജക്റ്റും വെർബും സിംഗുലാർ ആയിരിക്കണം. ഓക്കെ. അപ്പൊ ഒരു കാര്യം കൂടെ പഠിക്കാം, മെനിയോടൊപ്പം എപ്പോഴും വരുന്നത് കൗണ്ടബിൾ നൗണുകളായിരിക്കും കേട്ടോ. മെനി കഴിഞ്ഞാൽ എപ്പോഴും കൗണ്ടബിൾ നൗൺ. എന്നാൽ മച്ചിനോടൊപ്പം എപ്പോഴും വരുന്നത് അൺകൗണ്ടബിൾ നൗണുകളായിരിക്കും കേട്ടോ. അൺകൗണ്ടബിൾ നൗൺ ആയിരിക്കും കേട്ടോ. ഓർമ്മയിലിരിക്കുക, മെനി പ്ലസ് കൗണ്ടബിൾ നൗണ്, മച്ച് പ്ലസ് അൺകൗണ്ടബിൾ നൗൺ. ക്ലിയർ ആണോ മക്കളെ? ക്ലിയർ ആണോ ഇത്രയും കാര്യങ്ങൾ? അപ്പൊ MPP മെനി പ്ലസ് പ്ലൂറൽ സബ്ജക്റ്റ് പ്ലൂറൽ വെർബ്, മാസ് മെനി എ പ്ലസ് സിംഗുലാർ സബ്ജക്റ്റ് സിംഗുലാർ വെർബ്, മച്ച് പ്ലസ് സിംഗുലാർ സബ്ജക്റ്റ് സിംഗുലാർ വെർബ്. ഓക്കെ. അടുത്ത ചോദ്യം നോക്കിയേ, the jury given a unanimous verdict of not guilty. കണ്ടല്ലോ ചോദ്യം. was ഓപ്ഷനിലുണ്ട്, is ഉണ്ട്, has ഉണ്ട്, അതുപോലെ have ഉണ്ട്. ഉത്തരം പറഞ്ഞു നോക്കിയേ. നമുക്കവിടെ ഉത്തരമായിട്ട് വരുന്നത് ഹാസ് ആണ് കേട്ടോ. ഉത്തരമായിട്ട് വരുന്നത് ഹാസ് ആണ്. ഇനി അവിടുത്തെ പ്രത്യേകത ജൂറി ആണ്. അപ്പൊ വാക്ക് പഠിച്ചോണം. ജൂറി കമ്മിറ്റി കമ്മീഷൻ പാർലമെന്റ് അതേപോലെ ഫാമിലി അതേപോലെ ക്ലബ്ബ് അതുപോലെ ടീം. വാക്കുകൾ പറഞ്ഞേ, കമ്മിറ്റി, കമ്മീഷൻ, പാർലമെന്റ്, ക്ലബ്ബ്, ടീം, ഫാമിലി. കമ്മിറ്റി, കമ്മീഷൻ, പാർലമെന്റ്, ക്ലബ്ബ്, ടീം, ഫാമിലി, അതുപോലെ ജൂറി. ഈ വാക്കുകൾ കഴിഞ്ഞിട്ട് നമുക്ക് സിംഗുലാർ വെർബ് എഴുതാം, അതുപോലെ തന്നെ പ്ലൂറൽ വെർബ് എഴുതാം കേട്ടോ. സിംഗുലാർ എഴുതാം, പ്ലൂറൽ എഴുതാം. ഈ വാക്കുകൾ എന്ന് പറഞ്ഞാൽ ഒരു ടീമിനെ സൂചിപ്പിക്കല്, ഒരു കൂട്ടത്തെ സൂചിപ്പിക്കല് കുട്ടികളെ. ഇവർ ഒരുമിച്ചൊരു തീരുമാനം എടുത്തു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഉത്തരം സിംഗുലാറും, ഓരോരുത്തരും ഓരോ തീരുമാനം എടുത്തു എന്ന് പറയാൻ വേണ്ടി ഉത്തരം പ്ലൂറൽ ആയിരിക്കും കേട്ടോ. ഓരോരോ വ്യത്യസ്തമായ തീരുമാനങ്ങൾ വന്നു എന്ന് പറയാൻ പ്ലൂറൽ ആയിരിക്കും. ഇവിടെ നോക്കിയാണ്ടായി, ജൂറി ഡാഷ് ഗിവൺ എ യുനാനിമസ് വെർഡിക്റ്റ് ഓഫ് നോട്ട് ഗിൽറ്റി. അവർ ഒരുമിച്ചൊരു തീരുമാനം എടുത്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഹാസ്. ഇനി നിങ്ങൾ ശ്രദ്ധിക്കാം, ഇത്തരം വാക്കുകൾ വരുന്ന സെന്റൻസിൽ ഇറ്റ്സ് എന്ന വാക്കുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ് ഐഡിയ. ഇറ്റ്സ് എന്ന വാക്കുണ്ടെങ്കിൽ ഉത്തരം സിംഗുലാർ വെർബും, THEIR their എന്ന വാക്കുണ്ടെങ്കിൽ പ്ലൂറൽ വെർബ് ആയിരിക്കും. ഇറ്റ്സ് എന്ന വാക്കുണ്ടെങ്കിൽ സിംഗുലാർ വെർബ്, their എന്ന വാക്കുണ്ടെങ്കിൽ എന്താണ് പ്ലൂറൽ വെർബ് ആയിരിക്കും. കമ്മിറ്റി, കമ്മീഷൻ, പാർലമെന്റ്, ക്ലബ്ബ്, ടീം, ഫാമിലി, ജൂറി ഈ വാക്കുകൾ വരുന്ന സെൻസിൽ ഇറ്റ്സ് എന്ന വാക്കുണ്ടെങ്കിൽ ഉത്തരം സിംഗുലാർ, their എന്ന വാക്കുണ്ടെങ്കിൽ ഉത്തരം എന്തായിരിക്കണം? പ്ലൂറൽ ആയിരിക്കും. ഇവിടെ ആ വാക്ക് വന്നിട്ടില്ല, നമുക്ക് ചോദ്യം വായിക്കുമ്പോൾ മനസ്സിലാവും. ഇത്തരം വാക്കുകൾ വരുന്ന സെൻസിൽ അവർ ഒരുമിച്ച് ഒരു തീരുമാനം എടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉത്തരം സിംഗുലാർ. വ്യത്യസ്തമായ തീരുമാനങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അങ്ങനെയാണ് പറയുന്നതെങ്കിൽ ഉത്തരം പ്ലൂറൽ ആയിരിക്കും. അടുത്ത ചോദ്യം നോക്കിയേ, we should have seen it. ടാഗ് ഉപയോഗിക്കാനാണ് ചോദ്യം. അപ്പൊ ഒന്ന് ടാഗ് ഉപയോഗിച്ച് നോക്കിയേ. we should have seen it. നമുക്ക് ടാഗ് എങ്ങനെ കിട്ടും കുട്ടികളെ? നമുക്ക് should have വരുന്നതാണ് ഡൗട്ട് വരുന്നത്. should have രണ്ട് ഓക്സിലറി വെർബ് വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ ഓക്സിലറിക്ക് അനുസരിച്ച് ടാഗ് ആണ്. ആദ്യത്തെ ഓക്സിലറി should ആണ്. സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് shouldn't be ഉത്തരമായിട്ട് വരുന്നത്. എന്ത് വരുന്നോടെ? shouldn't be ഉത്തരമായിട്ട് വരുന്നത്. രണ്ട് ഓക്സിലറി വെർബ് വരുന്ന സെന്റൻസുകളിൽ ആദ്യത്തെ സെന്റൻസിനനുസരിച്ച് ടാഗ് ചെയ്യണം കേട്ടോ. രണ്ട് ഓക്സിലറി വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ സെന്റൻസിനനുസരിച്ച് ക്വസ്റ്റ്യൻ ടാഗ് ചെയ്യണം. നോക്കൂട്ടില്ലേ, പോസിറ്റീവ് സെന്റൻസുകളാണ് തരുന്നതെങ്കിൽ അതിന്റെ ടാഗ് ചെയ്യുന്ന ഇക്വേഷൻ ഓക്സിലറി വെർബ് പ്ലസ്
നോട്ട് പ്ലസ് സബ്ജക്റ്റ് എന്ന പാറ്റേണിലായിരിക്കണം പ്ലസ് ക്വസ്റ്റ്യൻ മാർക്ക് കേട്ടോ. ഓക്കെ, നമുക്ക് ഹി ഈസ് എ ബോയ്, ഹി ഈസ് എ ബോയ്, ഹി സബ്ജക്റ്റ് ഈസ് ഓക്സിലറി, സെന്റൻസ് പോസിറ്റീവ് ആണ്. നമുക്ക് എന്ത് കിട്ടുന്നു? ഈസ് ഇൻഡ് ഹി അവിടെ ഉത്തരം വരും. തന്നിരിക്കുന്ന സെന്റൻസ് ഒരു നെഗറ്റീവ് സെന്റൻസ് ആണെങ്കിൽ എന്ത് ടാഗ് ചെയ്യണം? പോസിറ്റീവ് ടാഗ്. ഓക്സിലറി വെർബ് അതുപോലെ എഴുതുക, സബ്ജക്റ്റ് എഴുതുക, ക്വസ്റ്റ്യൻ മാർക്ക് ഇടുക. ഓക്കെ, നമുക്ക് ഹി ഈസ് നോട്ട് പ്ലേയിങ്, ഹി ഈസ് നോട്ട് പ്ലേയിങ് ടാഗ് പറഞ്ഞു. ഓക്കെ, നോട്ട് വരുന്നോണ്ട് സെന്റൻസ് നെഗറ്റീവ്, ഈസ് അതുപോലെ എഴുതി, ഹി അതുപോലെ എഴുതി, ക്വസ്റ്റ്യൻ മാർക്ക് ഈസ് ഹി അവിടെ ഉത്തരം വരും. ഇവിടെ നമുക്ക് രണ്ട് ഓക്സിലറി വെർബ് വരുന്ന സെന്റൻസുകൾക്ക് ആദ്യത്തെ ഓക്സിലറിക്ക് അനുസരിച്ച് ടാഗ് ചെയ്യണം. ഓക്കെ, അടുത്ത് നോക്കിയാണ്ടേ ക്ലോസ് ദ ഡോർ, ടാഗാണ് ക്ലോസ് ദ ഡോർ. നമുക്ക് ഹേമയാണ് പറഞ്ഞിരിക്കുന്നത് ക്ലോസ് ദ ഡോർ. ഈ ക്ലോസ് ദ ഡോർ എന്ന് പറയുന്നത് എന്ത് ടൈപ്പ് സെന്റൻസ് ആണ് മക്കളെ? ഇംപെരേറ്റീവ് സെന്റൻസ് ആണ്. വെർബിലോ പ്ലീസ് എന്ന വാക്കിലോ കൈൻഡ്ലി എന്ന വാക്കിലോ അല്ലെങ്കിൽ ബി എന്ന വാക്കിലോ അല്ലെങ്കിൽ ഡോണ്ട് മുതലായ വാക്കിൽ തുടങ്ങുന്ന സെന്റൻസ് എല്ലാം ഇംപെരേറ്റീവ്. ഇവയ്ക്ക് കോമൺ ടാഗ് ആണ് കേട്ടോ. സെന്റൻസ് പോസിറ്റീവ് നെഗറ്റീവ് നോക്കണ്ട, ബിലീവ് ഉത്തരം. എന്താണ് ഉത്തരം മക്കളെ? ബിലീവ് ഉത്തരം വേണ്ടത്. അപ്പൊ നോക്കിയാണ്ട് ബിലീവ് വരുന്ന ഓപ്ഷൻ ഏതാണ് കിടക്കുന്നത് മക്കളെ? ഷാൾ ബി ഉണ്ട്, വില്ലി ഉണ്ട്, ഡോണ്ട് യു ഉണ്ട്, ഡു യു ഉണ്ട്. ഉത്തരം ബിലീവ്. ഇപ്പൊ ഇംപെരേറ്റീവ് സെന്റൻസുകളുടെ കോമൺ ടാഗ് ഏതാണെന്ന് ചോദിച്ചാൽ ബിലീവ് ആണ് കേട്ടോ. ഈ ചില അവസരങ്ങളിൽ വില്യൂ മാറിയിട്ട് വില്യൂവിന് പകരം നമുക്ക് എന്തൊക്കെ ഉപയോഗിക്കാം? വോണ്ട് യു ഉപയോഗിക്കാം കേട്ടോ, വോണ്ട് യു ഉപയോഗിക്കാം. അതുപോലെ കാണ്ട് യു ഉപയോഗിക്കാം. വില്യൂ ഇല്ലാത്ത അവസരത്തിൽ വോണ്ട് യു, കാണ്ട് യു ഉപയോഗിക്കാം. എന്താണെന്ന് നോക്കിയോട്ടെ, കർശനമായി പാലിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് പാലിച്ചേ പറ്റൂ, പാലിക്കേണ്ട കാര്യമാണെങ്കിൽ എന്ത് ഉപയോഗിക്കാം? വോണ്ട് യു ഉപയോഗിക്കാം. അസഹിഷ്ണുത, ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന രീതിയിലാണ് ഒരു ഇംപെരേറ്റീവ് സെന്റൻസ് പറയണമെങ്കിൽ കാണ്ട് യു ഉപയോഗിക്കാം. നോക്കിയാണ്ടേ ഡ്രൈവ് കെയർഫുള്ളി, ഡ്രൈവ് കെയർഫുള്ളി കർശനമായി പാലിക്കേണ്ട കാര്യമാണ്. ഡ്രൈവ് കെയർഫുള്ളി. ഓക്കെ, ഏതാണ്ട് അവിടെ വോണ്ട് യു. സ്റ്റോപ്പ് നോൺസെൻസ് ടോക്കിംഗ്, സ്റ്റോപ്പ് നോൺസെൻസ് ടോക്കിംഗ്, സ്റ്റോപ്പ് നോൺസെൻസ് ടോക്കിംഗ് ഏത് വരും കുട്ടികളെ? സഹിക്കാൻ കഴിയാത്ത കാര്യം അതുകൊണ്ട് കാണ്ട് യു ടാഗ്. അപ്പൊ ഇംപെരേറ്റീവ് സെന്റൻസുകളുടെ കോമൺ ടാഗ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വില്യൂ ആണ്. ചില അവസരങ്ങളിൽ വില്യൂ മാറ്റിയിട്ട് വോണ്ട് യു, കാണ്ട് യു ഉപയോഗിക്കാം. വോണ്ട് യു എവിടെ ഉപയോഗിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുന്നു? കർശനമായി പാലിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ വോണ്ട് യു ഉപയോഗിക്കാം. അസഹിഷ്ണുതയെ സൂചിപ്പിക്കും, ഡിസ്റ്റർബൻസ് ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു കാര്യമാണ് പറയുന്നതെങ്കിൽ കാണ്ട് യു ഉപയോഗിക്കാം. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയേ. ഹി യൂസ്ഡ് ടു ക്ലൈംബ് എ ട്രീ, ടാഗ് ഉപയോഗിക്കാനാണ്, ക്വസ്റ്റ്യൻ ടാഗ് പഠിച്ചതാണ്. നമുക്ക് യൂസ്ഡ് ടു വരുന്ന സെന്റൻസുകൾക്ക് ഒരു പ്രത്യേകത ഉണ്ട്. യൂസ്ഡ് ടുനോടൊപ്പം നോട്ട് വരുന്ന എന്ത് മാറ്റം വരും കുട്ടികളെ? ഡിഡിന്റ് എന്നാണ് വരുന്നത്, ഡിഡിന്റ്. അപ്പൊ സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് ഡിഡിന്റ് ഹി, ഡിഡിന്റ് ഹി. ഏത് ഓപ്ഷൻ? ബി ഓപ്ഷൻ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ചു വയ്ക്കുക, ചില ഓക്സിലറിയോടൊപ്പം നോട്ട് വരുമ്പോൾ മാറ്റങ്ങൾ വരും. ആമിനോടൊപ്പം നോട്ട് ചേർന്നാൽ എന്ത് മാറ്റമാണ് വരുന്നത് കുട്ടികളെ? ആറിഞ്ച് എന്നാണ് പറയുന്നത്. എന്തെന്നാണ് പറയുന്നത്? 6 ഇഞ്ച്. ഇനി എന്ത് ചെയ്യുന്നൂടെ? വില്ലിനോടൊപ്പം നോട്ട് ചേർന്നാലാ, വില്ലിനോടൊപ്പം നോട്ട് ചേർന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോണ്ട് എന്നാണ് പറയുന്നത്. എന്തെന്ന് പറയും? വോണ്ട്. അതേപോലെ ഷാളിനോടൊപ്പം നോട്ട് ചേർന്നാലോ, ഷാളിനോടൊപ്പം നോട്ട് ചേർന്ന് കഴിഞ്ഞാൽ ഷാൻഡ് എന്നാണ് പറയുന്നത്. എന്തെന്നാണ് പറയുന്നത്? ഷാൻഡ് എന്നാണ് പറയുന്നത്, SHANT. ഇനി ക്യാനിനോടൊപ്പം നോട്ട് ചേർന്നാൽ, ക്യാനിനോടൊപ്പം നോട്ട് ചേർന്നാൽ കാണ്ട് എന്നാണ് പറയുന്നത്, കാണ്ട് എന്നാണ് പറയുന്നത്, CANT. അതുപോലെ വരുന്നതാണ് യൂസ്ഡ് ടുനോടൊപ്പം നോട്ട് ചേർന്നാൽ, യൂസ്ഡ് ടുനോടൊപ്പം നോട്ട് ചേർന്നാൽ ഡിഡിന്റ് എന്നാണ് പറയുന്നത്, ഡിഡിന്റ്. ഇത് എപ്പോഴും ഓർമ്മയിരിക്കും, ഡിഡിന്റ് എന്നാണ് പറയുന്നത്, ഡിഡിന്റ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് യൂസ്ഡ് ടു ആണ്, യൂസ്ഡ് ടുനോടൊപ്പം നോട്ട് ചേർന്നപ്പോൾ സെന്റൻസ് പോസിറ്റീവ് ആയതുകൊണ്ട് നോട്ട് ചേർത്തപ്പോൾ ഡിഡിന്റ് കിട്ടി, സബ്ജക്റ്റ് ഹി, ഡിഡിന്റ് ഹി. I am strong എങ്ങനെ പറയാൻ പിള്ളേരെ? I am strong ടാഗ് പറഞ്ഞു നോക്കിയേ. I am strong പോസിറ്റീവ് സെന്റൻസ് ആണ്. ആമിനോടൊപ്പം നോട്ട് ചേർന്ന് മാറ്റം വരുന്നു, 6 ഇഞ്ച് ആയി, 6 ഇഞ്ച് ആയി. ഓക്കെ, ഓർമ്മയിലിരിക്കാം. അടുത്ത ചോദ്യം നോക്കിയേ. This is really dash enhancing scene. കണ്ടല്ലോ, ആർട്ടിക്കിൾ ഉപയോഗിക്കാനാണ്. എ ഉണ്ട്, ആൻ ഉണ്ട്, ദായ് ഉണ്ട്, നോ ആർട്ടിക്കിൾ ഉണ്ട്. നോക്കിയാണ്ടേ എൻഹാൻസിങ് നമ്മൾ പറഞ്ഞു, ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ മലയാളത്തിലെ സ്വരാക്ഷരത്തിലാണ് ഉച്ചാരണം. സ്വരാക്ഷരം എന്ന് പറഞ്ഞാൽ ആ മുതൽ അം വരെ വരുന്ന അക്ഷരങ്ങളാണ് സ്വരാക്ഷരം. ഈ വാക്കുകളിലാണ് ഒരു വാക്കിന്റെ ഉച്ചാരണം തുടങ്ങുന്നതെങ്കിൽ അവിടെ എന്ത് ചേർത്ത് വരണം? ആൻ ചേർത്ത് വരണം. ഒരു വാക്ക് ഉച്ചരിക്കുമ്പോൾ, ഇപ്പം ബോയ് ബായിലാണ് ഉച്ചരിക്കുന്നത്, അപ്പൊ അവിടെ നമുക്ക് ആൻ ചേർക്കാൻ പറ്റുമോ? ആൻ ചേർക്കരുത്, എ ചേർത്ത് പറയാം. അപ്പൊ അങ്ങനെയല്ല ഉച്ചരിക്കുന്നതെങ്കിൽ എ ചേർത്ത് പറയുക. ഒരു വാക്ക് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഇംഗ്ലീഷ് വാക്ക് ഉച്ചരിക്കുമ്പോൾ ഉള്ള ആദ്യത്തെ അക്ഷരം എഴുതി നോക്കുക.
അതൊരു സ്വരാക്ഷരമാണെങ്കിൽ ആൻ ഉപയോഗിക്കുക, അങ്ങനെയല്ല എങ്കിൽ എ ഉപയോഗിച്ച് പറയുക. നോക്കിയാണ് കുട്ടികളെ, ബോയ് ഏത് ടാഗ് എന്ത് ചെയ്യുന്നുണ്ട്, ഏത് ഉപയോഗിക്കാം, ബായിലാണ് ഉച്ചരിക്കുന്നത്, ഏത് എ ബോയ്. ബുക്ക് ആണെങ്കിൽ ബുക്ക് ബായിലാണ് ഉച്ചരിക്കുന്നത്, എ ബുക്ക്. അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ഓംലെറ്റ് ആണെങ്കിൽ പറയാം, ഓംലെറ്റ് ആണെങ്കിൽ ഓംലെറ്റ് ഓയിലാണ് ഉച്ചരിക്കുന്നത്, ആൻ ഓംലെറ്റ്. അതേപോലെ ആപ്പിൾ ആണെങ്കിൽ കുട്ടികളെ ആപ്പിള് പറഞ്ഞു നോക്കിയാൽ ആയിലാണ് ഉച്ചരിക്കുന്നത്, ആൻ ആപ്പിൾ. അതേപോലെ യൂറോപ്യൻ ആണെങ്കിൽ കുട്ടികളെ യൂറോപ്യൻ സ്പെല്ലിംഗ് നോക്കരുത്, യൂറോപ്യൻ ആണെങ്കിൽ ഇംഗ്ലീഷ് അക്ഷരം എഴുതി നോക്കരുത്, യായിലാണ് ഉച്ചരിക്കുന്നത് യൂറോപ്യൻ. അതുകൊണ്ട് യാ എന്ന് പറയുന്നത് സ്വരാക്ഷരമാണ്, അല്ലാതെ എ യൂറോപ്യൻ. യൂണിയൻ ആണെങ്കിൽ കുട്ടികളെ യൂണിയൻ യായിലാണ് ഉച്ചരിക്കുന്നത്, എ യൂണിയൻ. നിങ്ങൾ ഇംഗ്ലീഷ് സ്പെല്ലിംഗ് നോക്കണ്ട. അപ്പൊ നമ്മള് യൂണിയൻ യായിലാണ്, അപ്പൊ യാ സ്വരാക്ഷരം അല്ലാത്തത് എ യൂണിയൻ. അതേപോലെ എം എൽ എ ആണെങ്കിൽ കുട്ടികളെ എം എൽ എ എയിലാണ് ഉച്ചരിക്കുന്നത്, ആൻ എം എൽ എ. മനസ്സിലായോ? ഇയർ ആണെങ്കിലോ, ഇയർ എത്ര തവണ ചോദിച്ചിട്ട് ഇയർ, നമ്മൾ ഇത് തെറ്റാണ്, ഇത് തെറ്റാണ്, ഈ ആയിലാണ് ഉച്ചരിക്കുന്നത്, ഇതാണ് ശരി കേട്ടോ. അതുകൊണ്ടാണ് എ ഇയർ വരുന്നത് കേട്ടോ, എ. നമുക്ക് ഇവിടെ നമുക്ക് എൻ ഹാച്ചിങ് എന്നാണ് കിടക്കുന്നത്, എ എന്ന് പറയുന്നത് സ്വരാക്ഷരം, അതുകൊണ്ട് അവിടെ ഉത്തരമായിട്ട് വരുന്നത് ആൻ എൻഹാച്ചിങ് സീൻ, ആൻ എൻഹാച്ചിങ് സീൻ. ഓക്കെ, അടുത്ത ചോദ്യം നോക്കിയാണ് കുട്ടികളെ, ഡാഷ് മദർ വുഡ് ലൈക്ക് ടു സീ യു. മദർ നമുക്ക് അവിടെ ആർട്ടിക്കിൾ ഉപയോഗിക്കാനാണ്, എ ഉണ്ട്, ആൻ ഉണ്ട്, ദായ ഉണ്ട്. അവിടെ നോ ആർട്ടിക്കിൾ ഉണ്ട്, ഓപ്ഷൻ നോ ആർട്ടിക്കിൾ ആണ് ഉത്തരമായിട്ട് വരുന്നത് കേട്ടോ. പഠിച്ചു വയ്ക്കുക, മദർ, അതേപോലെ ഫാദർ, മദർ ഫാദർ അങ്കിള്, അതേപോലെ ആന്റി, ഇവയ്ക്ക് മുന്നിൽ ആർട്ടിക്കിൾ വേണ്ട. മദർ ഫാദർ അങ്കിൾ ആന്റി, ഇവയ്ക്ക് മുന്നിൽ ആർട്ടിക്കിൾ വേണ്ട. പ്ലേസിന്റെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ വേണ്ട, സ്ഥലങ്ങളുടെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ വേണ്ട, ഫെസ്റ്റിവലിന്റെ പേരിന് മുന്നിൽ എന്ത് വേണ്ട, ആർട്ടിക്കിൾ വേണ്ട, ഫെസ്റ്റിവലിന്റെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ വേണ്ട. ഓക്കെ, ഗെയിമുകളുടെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ വേണ്ട കേട്ടോ, ഗെയിമുകളുടെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ വേണ്ട, ഗെയിമുകളുടെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ വേണ്ട. എന്ത് ചെയ്യുന്നോടെ, വ്യക്തികളുടെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ വേണ്ട കേട്ടോ, വ്യക്തികളുടെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ വേണ്ട കേട്ടോ. എന്നാൽ മിസ്റ്റർ എന്ന വാക്കിന് മുന്നിലോ മിസ്സിസ് എന്ന വാക്കിന് മുന്നിലോ നമുക്ക് എന്ത് ചേർക്കണം, എ ചേർത്ത് വരണം. ഇത് ഓർമ്മയിലിരിക്കണം കേട്ടോ, മിസ്റ്റർ ആൻഡ് മിസ്സിസിന് മുന്നിൽ എന്ത് ചേർത്ത് വരണം, എ മിസ്റ്റർ അജിത്ത്, എ മിസ്റ്റർ രാഹുൽ, എ മിസ്സിസ് രാധ എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് എ ചേർക്കണം കേട്ടോ. അത് അൺനോൺ പേഴ്സൺ ആണെന്ന് കാണിക്കാനാണ് കേട്ടോ. ഭാഷകളുടെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ വേണ്ട, ലാംഗ്വേജുകളുടെ പേരിന് മുന്നിൽ ആർട്ടിക്കിൾ വേണ്ട, ലാംഗ്വേജ്. എന്ത് ചെയ്യുന്നുണ്ട്, ഹിന്ദി ഇംഗ്ലീഷ് മലയാളം ആർട്ടിക്കിൾ വേണ്ട. എന്നാൽ ലാംഗ്വേജുകളുടെ പേര് കഴിഞ്ഞിട്ട്, നെയിം ഓഫ് ലാംഗ്വേജ് കഴിഞ്ഞിട്ട് ലാംഗ്വേജ് എന്ന വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചേർത്ത് പറഞ്ഞ കുട്ടികളെ, ദാ ചേർത്ത് പറഞ്ഞ. ഓർമ്മയിരിക്കണം, ഡാഷ് ഇംഗ്ലീഷ് നോ ആർട്ടിക്കിൾ, ഡാഷ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ദ ഇംഗ്ലീഷ് ലാംഗ്വേജ്. ഓർമ്മയിരിക്കുക, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പൊ മദർ ഫാദർ അങ്കിൾ ആന്റി ആർട്ടിക്കിൾ വേണ്ട. ക്ലിയർ ആണല്ലോ? അടുത്ത ചോദ്യം നോക്കിയാണ്ടേ, ദ വർക്ക് ഡാഷ് by 10 by 7 PM tomorrow. The work dash by 7 PM tomorrow. കേട്ടില്ലേ? അപ്പോൾ ഓപ്ഷനിൽ will completed ഓപ്ഷനിലുണ്ട്, would complete ഉണ്ട്, will have complete ഓപ്ഷനിലുണ്ട്, will have been completed. ഏതാണ് ഉത്തരം? പഠിച്ചതാണല്ലോ. നമുക്ക് ഉത്തരമായിട്ട് വരുന്നത് will have been completed ആണ് കേട്ടോ. പഠിക്കുക. എന്ത് ചെയ്യുന്നുള്ളൂ, tomorrow വരുന്ന സെന്റൻസുകൾ എങ്ങനെ ഉത്തരം എഴുതാം. നിങ്ങൾ ഇങ്ങനെ പഠിക്കുക, TNS 2026 പ്ലസ് വില്ല് ഓർ ഷാൾ, വില്ല് ഓർ ഷാൾ പ്ലസ് V1. കേട്ടോ, എന്തെന്ന് പഠിക്കണം, TNS 2026 പ്ലസ് വില്ല് ഓർ ഷാൾ പ്ലസ് V1. എന്തെന്ന് പഠിക്കാം, TNS 2000 തമിഴ്നാട് രജിസ്ട്രേഷൻ വണ്ടി എന്ന് നോക്കുക, ഇന്ന് പോയാൽ നാളെ എടുത്തോളൂ. ഫ്യൂച്ചർ ടെൻസിനെ സൂചിപ്പിക്കുന്ന വാക്കാണ് കേട്ടോ, സിമ്പിൾ ഫ്യൂച്ചർ ആണിത്. T എന്ന് പറഞ്ഞാൽ ടുമോറോ, T എന്ന് പറഞ്ഞാൽ എന്തോണ്ടേ, ടുമോറോ. N എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ്, N എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ്. S എന്ന് പറഞ്ഞാൽ സൂൺ, S എന്ന് പറഞ്ഞാൽ സൂൺ. 2026 എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന വർഷങ്ങൾ, വരാൻ പോകുന്ന വർഷം. 2026, 27, 28 ഇങ്ങനെയുള്ള വല്ലതും സെന്റൻസിൽ ഉണ്ടെങ്കിൽ ഉത്തരം വില്ല് ഓർ ഷാൾ പ്ലസ് V1. വില്ല് എഴുതാം, ഷാൾ എഴുതാം, പ്ലസ് V1 ആയിരിക്കും ഉത്തരമായിട്ട് വരുന്നത്. ഇതിനകത്ത് തന്നെ അടുത്ത റൂളുകൾ പഠിക്കാം. അറ്റ് ദിസ് ടൈം, അറ്റ് ദിസ് ടൈം ഒന്നാമത്തെ വാക്ക്. രണ്ടാമത് അറ്റ് ദിസ് മൊമെന്റ്, അറ്റ് ദിസ് മൊമെന്റ്. ഈ വാക്കുകൾ കഴിഞ്ഞിട്ടാണ് ടുമോറോയും നെക്സ്റ്റും കിടക്കുന്നതെങ്കിൽ എന്ത് ചെയ്യും, തുടർന്ന് വരുന്ന ഉത്തരം എപ്പോഴും എന്തായിരിക്കണം, വില്ല് ഓർ ഷാൾ, വില്ല് ഓർ ഷാൾ പ്ലസ്
ബി പ്ലസ് ഐ എൻ ജി, വിൽ ഓർ ഷാൾ പ്ലസ് ബി പ്ലസ് ഐ എൻ ജി. വാക്കുകൾ എങ്ങനെയായിട്ടും അറ്റ് ദിസ് ടൈം ടുമോറോ, അറ്റ് ദിസ് ടൈം നെക്സ്റ്റ്, അറ്റ് ദിസ് മൊമെന്റ് ടുമോറോ, അറ്റ് ദിസ് മൊമെന്റ് നെക്സ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം വിൽ അല്ലെങ്കിൽ ഷാൾ പ്ലസ് ബി പ്ലസ് ഐ എൻ ജി ആയിരിക്കും. വിൽ ബി പ്ലസ് ഐ എൻ ജി അല്ലെങ്കിൽ ഷാൾ ബി പ്ലസ് ഐ എൻ ജി. ലാസ്റ്റ് ഒരെണ്ണം കൂടെ പഠിക്കാം. ബൈ കഴിഞ്ഞിട്ടാണ് ടുമോറോ എന്നോ നെക്സ്റ്റ് എന്നോ വന്നിട്ടുണ്ടെങ്കിൽ, ബൈ കഴിഞ്ഞിട്ട് ടുമോറോ നെക്സ്റ്റ് വന്നിട്ടുണ്ടെങ്കിൽ ഉത്തരം വില്ല് അല്ലെങ്കിൽ ഷാൾ. വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് വി ത്രീ. വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ് വി ത്രീ ആയിരിക്കും. വിൽ ഓർ ഷാൾ പ്ലസ് ഹാവ് പ്ലസ്. ബൈ കഴിഞ്ഞിട്ട് ടുമോറോ നെക്സ്റ്റ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ വിൽ എഴുതാം അല്ലെങ്കിൽ ഷാൾ എഴുതാം. അതിന്റെ ഹാവ് കഴിഞ്ഞിട്ട് വി ത്രീ എഴുതാം. ഇവിടെ നോക്കണോ, ബൈ കഴിഞ്ഞിട്ട് ടുമോറോ. അപ്പൊ വില്ല് ഹാവ് ഇവിടെ കംപ്ലീറ്റ് മാത്രമേ ഉള്ളൂ. ബീൻ എന്ന് പറഞ്ഞ വി ത്രീ ആണ് കേട്ടോ. വിൽ ഹാവ് ബീൻ കംപ്ലീറ്റഡ്. വിൽ ഹാവ് ബീൻ കംപ്ലീറ്റഡ്. ഓക്കെ, 10 ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട എക്സ്പ്ലനേഷൻസ്. ക്ലിയർ ആണല്ലോ? എല്ലാവരും റൂൾ എഴുതിയെടുത്ത് തന്നെ പഠിക്കണം. എല്ലാവർക്കും 10 ചോദ്യങ്ങളും ശരിയായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ പ്രധാനമായിട്ടും പഠിക്കേണ്ടത് ആ റൂളുകളാണ്. അതുമായി ബന്ധപ്പെട്ട എല്ലാ റൂളുകളും എഴുതിയെടുത്ത് പഠിക്കുക. ഓക്കെ, താങ്ക് യു.